നാഷണൽ സെക്യൂരിറ്റി ആക്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡൽഹി ഗവർണറാണ് ഇത് ദില്ലി പോലീസ് കമ്മീഷണറെ നേരിട്ട് അറിയിച്ചിരിക്കുന്നത്. അതായത് നാഷണൽ സെക്യൂരിറ്റി ആക്ട് എന്ന് പറയുമ്പോൾ പോലീസിന് ഏത് നിമിഷം വേണമെങ്കിലും എന്ത് ആക്ഷൻ വേണമെങ്കിലും എടുക്കാം എന്നുള്ള ഫ്രീ ഹാൻഡാണ്. ഇത് പ്രഖ്യാപിച്ച ശേഷം ഉടനെ തന്നെ അഭിജിത് ദീപ്കെ തൊടുന്യായങ്ങൾ പറഞ്ഞ് ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ആളൊരു വിദിതനാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നിരാഹാരം കടന്നാൽ എനിക്ക് മൈഗ്രെയിൻ വരും, അതുകൊണ്ട് സോനം സാർ നിരാഹാരം കടക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു മധ്യവയസ്കനെ അല്ലെങ്കിൽ ഒരു വൃദ്ധനെ പിടിച്ച് നിരാഹാരം കടത്തി. അയാൾ മരിച്ചു പോകുമെന്ന് കണ്ടിട്ട് പോലും ഇയാൾക്കൊരു കുലുക്കവുമില്ല. അയാളുടെ മുമ്പിൽ ഇരുന്ന് ബർഗറും പക്കോടയും ഒക്കെ വെട്ടിക്കയറ്റുകയായിരുന്നു അഭിജിത് ദീപ്കെ എന്ന് പറയുന്ന വ്യക്തി. അതിനുശേഷം അഭിജിത് ദീപ്കെ നിരാഹാരം കടന്നെങ്കിലും 48 മണിക്കൂറല്ല 24 മണിക്കൂർ പോലും തികച്ചില്ല. സോനം സാറിനോട് അഭ്യർത്ഥിച്ചു വല്ലതും കഴിക്കാനെന്ന് പറഞ്ഞു പോയി ഭക്ഷണം കഴിക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇപ്പോഴിതാ അഭിജിത് ദീപ്കെ ഈ NSA പ്രഖ്യാപിച്ച ശേഷം അവിടെ നിന്ന് മുങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. പനി പിടിച്ചിരിക്കുകയാണ് തനിക്ക്, അതുകൊണ്ട് ഈ പ്രൊട്ടസ്റ്റിൽ നിന്ന് തനിക്കൊരു ബ്രേക്ക് വേണമെന്ന് പറഞ്ഞ് അയാളെ വിശ്വസിച്ച് വന്ന നിഷ്പക്ഷരായിട്ടുള്ള വളരെ കുറച്ച് കുട്ടികളുണ്ട്. ആ കുട്ടികളെ അയാളുടെ പോലീസിൻ്റെ മുമ്പിലേക്ക് എറിഞ്ഞുകൊടുത്ത് ഇയാൾ AC റൂമിൽ പോയി വിശ്രമിക്കാൻ പോവുകയാണ് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇയാൾക്ക് പനി പിടിച്ചിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.